അല്പസമയത്തെ ചിന്തയ്ക്ക് വാക്യം വായിക്കുമായിരിക്കും ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 34:8. യഹോവ നല്ലവനെന്ന് നിരീക്ഷിച്ചറിയാൻ അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യ പുരുഷൻ ഭാഗ്യം. നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളിൽ ഏറ്റവും വലുത് അവിടുന്ന് നല്ലവനാണ് എന്നുള്ളത്. ജീവിതത്തിൽ ആ നമ്മൾ നിരീക്ഷിച്ചറിഞ്ഞ നിരവധി പേരുടെ സാക്ഷ്യങ്ങൾ വേദപുസ്തക താളുകളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ദൈവം എത്ര നല്ലവനും മഹോന്നതനും കരുണയുള്ളവനാണ്. കർത്താവ് നല്ലവനായി ഇരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കും. ആദ്യമായി ദൈവം ആർക്കൊക്കെ നല്ലവനായിരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 3 വാക്യങ്ങൾ. 1 വിലാപങ്ങൾ 3:25. ദൈവത്തെ കാത്തിരിക്കുന്നവർക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും ദൈവം നല്ലവനാണ്. കാത്തിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക, വിശ്വാസം കൈകാതിരിക്കുക, പ്രത്യാശയോടെ ഇരിക്കുക. ഇവയൊക്കെ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന മനോഭാവമാണ്. ഒരിക്കലും ഇസ്രായേൽ രാജാവ് ഇപ്രകാരം പറയുകയാണ്, ഞാനിനി എന്തിന് യഹോവയെ കാത്തിരിക്കും. 2 രാജാക്കന്മാർ 6:33 നമുക്കിത് കാണുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ചോദിക്കാറുണ്ട്, ഞാനിനി എന്തിന് ജീവിക്കണം, ഞാനിനി എന്തിന് പ്രത്യാശയോടെ ഇരിക്കണം, ഞാനിനി എന്തിന് വിശ്വാസിയായിരിക്കണം. ഇസ്രായേൽ രാജാവിനുള്ള മറുപടി 2 രാജാക്കന്മാർ 7:1 നാം വായിക്കുന്നുണ്ട്. നാളെ ഈ നേരത്തെ ശമ്മരിയുടെ പടിവാതിൽക്കൽ ശേഖരന് 1 സെയ ഗോതമ്പുമാവും ശേഖരന് 2 സെയ യവവും ഇരിക്കുമെന്ന് യഹോവ അറിയിച്ചു. ഞാനിനി എന്തിന് ജീവിക്കണമെന്ന് പറയുന്നവരോട് ദൈവത്തിന് പറയാനുള്ള മറുപടിയാണ്. നാളെ ഒരു അത്ഭുതം നടക്കും, നാളെ ഒരു റിസൾട്ട് ലഭിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും ദൈവം നല്ലതാണ്. 2 സങ്കീർത്തനങ്ങൾ 34:8. ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർക്ക് ദൈവം നല്ലവനായി. ശരണത്തിന് വേണ്ടി മനുഷ്യർ പുണ്യ സ്ഥലങ്ങളിലേക്കും പുണ്യന്മാരുടെ അടുക്കലേക്ക് ഓടി നടക്കുമ്പോൾ ഈ വചനം അവർ മറന്നു പോവുകയാണ്. അവിടെയും ഇവിടെയും പോകാതെ ആയിരിക്കുന്ന ഇടത്ത് മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നോക്കി കർത്താവെ ഞാൻ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് മറുപടി ലഭിക്കും. കർത്താവിന്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർക്ക് ദൈവം നല്ലവനായിരിക്കും. 3 സങ്കീർത്തനങ്ങൾ 23:1. നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും കപടവും വിഷമമുള്ള ഹൃദയം ഹൃദയമാണ്. ഇരമ്യാ 17:9 നമുക്കിത് കാണാൻ സാധിക്കും. അതിന് കാരണം അത് ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടും ആർക്കും കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഹൃദയത്തെ ശോധന ചെയ്ത് അത് അന്തരങ്ങളെ പരീക്ഷിച്ചറിയുന്ന ദൈവത്തിന് മുമ്പിൽ യാതൊന്നും മറയ്ക്കാൻ കഴിയുന്നു. നമ്മുടെ ഹൃദയം നിർമ്മലമാണോ നമ്മുടെ ഹൃദയം നിർമ്മലമാണോ ദോഷമുള്ളതാണോ എന്ന് ദൈവം മാത്രമേ. മത്തായി 5:8 നിർമ്മല ഹൃദയമുള്ളവർ ഭാഗ്യവാന്മാരാണ്, അവർ ദൈവത്തെ കാണുമെന്ന് എഴുതിയിരിക്കുന്നു. നിർമ്മല ഹൃദയമുള്ളവർക്ക് ദൈവം നല്ലവനാണ്. ആകെ പ്രിയരെ, പ്രത്യാശ കൈവിടാതെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മല ഹൃദയത്തോട് കർത്താവിനെ മാത്രം ശരണമായി കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് നല്ലവനായി വിളിച്ചു. 2ാമതായി കർത്താവ് നമുക്ക് നല്ലവനായിരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവജനത്തിന് ഉണ്ടാകുന്നത്. 1 സങ്കീർത്തനങ്ങൾ 25:8. കർത്താവ് നല്ലവനാകൊണ്ട് നമ്മെ നേർവഴിയാണ്. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ എന്നാണ് 143-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. 1 ശമൂവേൽ 23:25. ദാവീദിനെയും കൂട്ടരെയും കൊന്നുകളവാൻ ശ്രമിക്കുന്ന ശൗൽ സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു വന്നപ്പോൾ രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ഒരു ദൂതൻ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് വിചാരിച്ചെടുത്ത് ദാവീദിന് വേണ്ടി കർത്താവ് വഴി തുടങ്ങി. നമ്മുടെ വഴികളിലെല്ലാം പതിയിരിക്കുന്ന അപകടങ്ങളുണ്ട്. പ്രാണനെ എടുക്കാൻ തക്കം പാർത്തിരിക്കുന്ന വഴികളുണ്ട്. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ എന്നായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. നമ്മുടെ കർത്താവ് നല്ലവനായിരിക്കുകൊണ്ട് നമ്മെ നേർവഴിക്കും. 2 സങ്കീർത്തനങ്ങൾ 119:6. നീ നന്മ ചെയ്യുന്നവനാണ്. നമ്മുടെ കർത്താവ് നല്ലവനാകൊണ്ട് അവൻ നമുക്ക് നന്മ ചെയ്യും. യഹോവ നല്ലവനെന്ന് നിരീക്ഷിച്ചറിഞ്ഞ കർത്താവിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ കർത്താവിനെ ഉപേക്ഷിക്കാതെ അവൻ നന്മ ചെയ്യുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണാമെന്നും വിശ്വസിച്ച് ഇല്ലെങ്കിൽ കഷ്ടമെന്നും 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നു. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നല്ലവരായതുകൊണ്ട് അവിടുന്ന് എല്ലാവർക്കും നന്മ ചെയ്യും. നല്ലവരായ നമ്മുടെ യേശു കർത്താവ് ഇന്നും അനേക ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരാശയുടെ കാര്യത്തിൽ വീണ് കിടക്കുന്ന നിരവധി ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. അവരോട് കർത്താവിന് പറയാനുള്ളത്, എല്ലാവരും എന്നെ അടുക്കരുത്, ഞാൻ നിങ്ങളെ ആശ്രയിക്കും. കർത്താവ് നല്ലവനാണ്, അതുകൊണ്ട് നമ്മെ നേർവഴി കാണിക്കും. മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മ ചെയ്യും. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ കർത്താവ് നല്ലവനാണ്. ആ നല്ലവനായ കർത്താവിനെ മാത്രം വിളിച്ചറിഞ്ഞ കൊണ്ട് നമുക്ക് വരും ദിവസങ്ങൾ ജീവിക്കും. അതിനെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം